കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ 5-ാം വാർഡായ ചീക്കോട് തെക്കേച്ചാൽ ഭാഗത്ത് വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചു. രണ്ടാഴ്ചക്കിടെ 2-ാം തവണയും കാട്ടാനക്കൂട്ടമെത്തിയതിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന ആനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡായ ചീക്കോട് തെക്കേച്ചാൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. നെടുങ്കല്ലിൽ ജോർജ് എന്ന കർഷകന്റെ പുരയിടത്തിലേക്ക് കയറി ചെന്ന കാട്ടാനക്കൂട്ടം പൈനാപ്പിൾ, കവുങ്ങ് തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. രണ്ടാഴ്ചക്കുള്ളിൽ 2-ാമത്തെ തവണയാണ് കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഇവിടെ ഇപ്പോൾ വന്യജീവികൾ എത്തി മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതും കൃഷി നശിപ്പിക്കുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നു. 17 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള തടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആന വാച്ചർമാർ ഇല്ലാത്തതിനാൽ ആനകൾ കൃഷിയിടത്തിലിറങ്ങുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് ഇവിടം സന്ദർശിച്ച ജനപ്രതിനിധികളും കർഷകരും പറയുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ക്രമാതീതമായി വർദ്ധിക്കുന്ന കാട്ടാനകളുടെ എണ്ണം നിയന്ത്രിക്കാനും ജനങ്ങളെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പുരയിടത്തിലെ കൃഷി കാട്ടാന കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വന്ന ഏകദേശം 3000-ഓളം കുലച്ചു നിൽക്കുന്ന കാനിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം അടയ്ക്കാമരം ഉൾപ്പെടെയുള്ള നിരവധി കൃഷിയാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. പുഴ കടന്നെത്തുന്ന ആനകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനൊരു പരിഹാരം കാണണം. സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വനത്തിൽ ഇവിടെ ഈ ജനവാസ മേഖലയിൽ കയറിയിരിക്കുന്ന ആനകളെ പുഴ കടത്തിവിട്ട് വനത്തിലേക്ക് കയറ്റിവിടണമെന്നാണ് പ്രദേശവാസികളെന്ന നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നായാലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഒരു നിസ്സംഗഭാവം കാണിക്കുന്നത് ഈ ജനങ്ങളോടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളോട് വലിയ വെല്ലുവിളിയാണ്. കാട്ടാനക്കൂട്ടം പുഴ കടന്നെത്തി നിരന്തരമായി ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ പുഴയിലെ മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് കാട്ടാനകൾ യഥേഷ്ടം പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് അടിയന്തരമായി പുഴയിലെ മണൽ വാരുകയും അതോടൊപ്പം തന്നെ ഈ വനയോര മേഖലകളിൽ ഫെൻസിങ് അടിയന്തരമായി സ്ഥാപിച്ച് ഇന്നിപ്പോൾ കൂത്തത്താങ്കട്ട് മുതൽ കൂരിയോളം വരെയുള്ള ഫെൻസിങ് അടിയന്തരമായി ഫെൻസിംഗ് പൂർത്തീകരിച്ച് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഈ കീരമ്പാറയിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.